ഒരു എനിക്കൊരു 5ഓ 6ഓ വയസ്സുള്ളപ്പോഴായിരിക്കും കേട്ടോ. ഞാൻ അന്ന് പഠിച്ച എൻ്റെ സ്കൂളിൽ മഹിളാമണി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ പഠിപ്പിക്കാൻ വന്നു. അപ്പം നമ്മുടെയൊക്കെ ക്ലാസ്സിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ വന്ന് ചേർന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റോടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട് ചേർന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ക്ലാസിക്കൽ ഡാൻസിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ലൈക്ക് ഭരതനാട്യത്തെ ആദ്യമേ നമ്മൾ പഠിക്കുന്നത് തട്ടടവാണ്. തട്ടടവിൻ്റെ തെയ്യാ തെയ്യ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പഠിച്ചത്. അത് ഞാൻ പഠിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു മാസമൊക്കെ പഠിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 5 6 വയസ്സുള്ളപ്പോൾ ഉള്ള സംഭവമാണ്. അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് ഈ ആസ്മയുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ആസ്മ, ചുമ, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അത് കാരണം എനിക്ക് അന്ന് ഡാൻസ് പഠിക്കുന്നത് നിർത്തേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ 5ഓ 6ഓ വയസ്സിലുള്ള കാര്യമൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോന്ന്. ഐ ആം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. നമുക്ക് ഈ കൊച്ചിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ഒരു കാറ്റഗറിപ്പെട്ട ആളാണ്. ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. അപ്പം പക്ഷേ ഇത് ചിലപ്പോൾ ഒത്തിരി എനിക്ക് ഉണ്ടായ ഒരു കാര്യം ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് ഡാൻസ് ഒന്ന് നിർത്തേണ്ടി വന്നാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണെങ്കിലും ഇങ്ങനെ ആൾക്കാർ സ്റ്റേജിൽ, നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനും ആനിവേഴ്സറിക്കൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഭരതനാട്യവും ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന കാണുമ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അയ്യോ, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തില്. പിന്നെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇന്നത്തെ കുട്ടികൾക്കുള്ള പോലെ എക്സ്പോഷറോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അന്ന് പഠിക്കാൻ പറ്റിയില്ല. പഠിക്കാൻ പറ്റാത്ത കാരണം പഠിക്കാൻ പറ്റിയില്ല. മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. അത് കഴിഞ്ഞ് കുറെ കൂടെ വലുതായപ്പം നമുക്ക് സ്വന്തമായിട്ട് ഓരോന്നൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പറ്റുമായിരിക്കുമോ എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ അന്വേഷിച്ചു കുറെ സ്ഥലത്ത്. അപ്പൊ പക്ഷെ എവിടുന്നും ഒക്കെ എനിക്ക് എന്തോ എന്റെ അന്നത്തെ ഒരു ബാഡ് ലക്ക് ആയതുകൊണ്ടായിരിക്കാം കുറെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ഇനി ക്ലാസിക്കൽ ഡാൻസ് ഒന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല, അതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കണം, ഒരു 4ഓ 5ഓ വയസ്സൊക്കെ ഉള്ളപ്പം പഠിക്കാൻ തുടങ്ങണം, എങ്കിലേ നമ്മുടെ ശരീരമൊക്കെ അതുപോലെ വഴങ്ങി നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനപ്പം ഓക്കെ, ഇനി എനിക്കിത് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതില് ഞാനങ്ങ് പിൻവാങ്ങി. പിന്നെയും കുറെ വർഷങ്ങൾ ഇങ്ങനെ പോയി കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ഒത്തിരി ഒരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ ഞാൻ എവിടെയോ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു, ലൈക്ക് ഒരു ഡാൻസറിന്റെ അരങ്ങേറ്റം. ഷി വാസ് ഇൻ ഹർ ലേറ്റ് 30s. ആ സമയത്ത് ഇതുപോലെ കുഞ്ഞിലെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കാഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി പ്രായമൊന്നുമില്ല, കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ ലേറ്റ് 30s അവരിങ്ങനെ അരങ്ങേറ്റം ചെയ്തതായിട്ട് ഞാനിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി, യെസ്, നമുക്ക് പഠിക്കാൻ പറ്റുമല്ലേ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷവും. അപ്പം എങ്ങനെയെങ്കിലും ഇനി പഠിക്കണം എന്നുള്ള ഒരു ഭയങ്കര ആവേശമായി. അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിയത്. അപ്പം ഇന്നിപ്പം 2025 ഫെബ്രുവരിയാണ്. 2025 ഫെബ്രുവരി ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട് 1 വർഷം പൂർത്തിയായി കേട്ടോ, ഭരതനാട്യം പഠിക്കുന്നതിൽ. I am so happy, and I think this is one of the to start learning Bharatanatyam was one of the best decision എന്നല്ല, എൻ്റെ ഒരു ഭയങ്കര സ്വപ്ന സാക്ഷാത്കാരമാണ് ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാനിന്നിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അയ്യോ പ്രായമായല്ലോ ഇനി എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റത്തില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടത് മനസ്സ് മാത്രമാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമുക്കിപ്പം ഏത് പ്രായത്തിലും എന്ത് കാര്യവും വേണമെങ്കിൽ ചെയ്യാം. നമുക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. അപ്പം ഞാനിപ്പം ഡാൻസ് പഠിക്കുന്നത്, എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 5:30-ക്കാണ് ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ളത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ കമ്പൈൻ ചെയ്തേക്കുവാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും മടി, പക്ഷെ ഡാൻസ് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഇപ്പൊ രാവിലെയാണ് എൻ്റെ ഡാൻസ് പഠിക്കാനായിട്ട് എൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡാൻസ് പഠിക്കാൻ പറ്റും. ലൈക്ക് കുറച്ചുകൂടെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കാം. കാരണം നമ്മൾ ചെറുപ്പമാണ്, നമ്മുടെ ബോഡിയൊക്കെ പെട്ടെന്ന് ഒന്നുകൂടെ വഴങ്ങും, പിന്നെ ബോണൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
മുതിർന്നു കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കേണ്ട എഫേർട്ട് ഒന്നുകൂടെ കൂടുതലായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും വേദനകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിന് മറികടക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു ഡെഫിനറ്റ്ലി നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പോസിബിൾ ആണ്. അപ്പം എൻ്റെ ഡാൻസ് ടീച്ചറിന്റെ ഡാൻസ് ക്ലാസ്സിൽ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് 55ഉം 56ഉം ആ ഒരു വയസ്സിലൊക്കെ അരങ്ങേറ്റം ചെയ്ത ചേച്ചിമാരൊക്കെ ഉണ്ട്. സോ നമുക്കൊന്നിനും നമ്മുടെ ഏജ് ഒന്നിനും ഒരിക്കലും ഒരു ബാരിയർ അല്ല. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പെർസ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ടീച്ചറിനെ കിട്ടുക എന്നുള്ളതും ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. ഡാൻസ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് ഇപ്പൊ ഒരു വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 4 ദിവസം എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഒരിക്കൽ പോലും എനിക്കത് മടുത്തിട്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പം ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ക്ലാസ് മിസ്സാവും എന്നല്ലാണ്ട് എനിക്ക് അയ്യോ ഇന്ന് എനിക്ക് ഡാൻസ് കളിക്കണ്ട, ഇന്ന് എനിക്ക് വയ്യ, അങ്ങനെ ഒരു മടുപ്പ് എനിക്ക് പൊതുവേ തോന്നാറില്ല. കാരണം ഞാൻ അത്ര ഇഷ്ടത്തോടെ അത്ര പാഷനോട് കൂടിയല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നമുക്ക് അത്ര ഇഷ്ടത്തോടെ പാഷനോട് കൂടി തന്നെ നമ്മൾ തുടങ്ങിയൊരു കാര്യം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഡാൻസ് ടീച്ചറിനെ കിട്ടുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഞാൻ പഠിക്കുന്ന എൻ്റെ ഡാൻസ് ടീച്ചറിനെ എടുത്ത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ 1-2 ഡാൻസ് ക്ലാസ്സുകളിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ചേർന്നായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിക്കുന്ന ഓൺലൈനായിട്ട് തന്നെയാണ്. ഇതിന് മുന്നേയും ചേർന്നായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ആ ഒരു വൈബോ ഒന്നും സെറ്റ് ആയില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ ഉള്ള ഡാൻസ് ടീച്ചറിന്റെ ഐ ഡോണ്ട് നോ, ഒരിക്കലും എൻ്റെ ഡാൻസ് ടീച്ചർ പറഞ്ഞിട്ട് പ്രൊമോഷനോ അങ്ങനെയൊന്നും വേണ്ടിയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് അല്ലാണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സമയമില്ലെന്നാണ് ടീച്ചർ പറയാറ്. സോ ഐ വാസ് ലക്കി ദാറ്റ് ഐ കുഡ് ഫൈൻഡ് ഹെർ. അപ്പൊ എന്നെ ഇത്രയും നാളും എന്നെ ഡാൻസ് പഠിപ്പിച്ച എൻ്റെ ടീച്ചറിന് ഐ ഗീവ് ഹെർ ലോട്ട് ഓഫ് ഐ എം വെരി താങ്ക്ഫുൾ ടു ഹെർ ഫോർ ടീച്ചിങ് മീ. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര ഒരു അംബീഷൻ ആയിരുന്നു, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ പ്രായമായല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും എല്ലാ പ്രായത്തിലും ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള മനസ്സും അതിനുവേണ്ടി നമ്മൾ മനസ്സ് മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ എഫേർട്ടും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു, അയ്യോ ഫെബ്രുവരി ആയല്ലോ, ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷം പൂർത്തിയായി. അപ്പൊ ഇനിയിപ്പോ അടുത്ത തവണ നാട്ടിൽ ചെല്ലുമ്പോ എന്തായാലും അരങ്ങേറ്റം നടത്തണം എന്നാണ് എൻ്റെ ഡാൻസ് ടീച്ചറിന്റെ ആഗ്രഹം. അപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടാം കേട്ടോ. സോ I really wish that all of you who want to study dance, learn dance, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. See you all. Bye bye.